അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വേരിയന്റിലേക്ക് പോകണം. ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ഇത് ആക്ച്വലി ഒരു 10th സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷൻ വേണ്ടുന്ന എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. ചോദ്യം ചോദിച്ചോളൂ, 16,18,24,42 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇതുവരെ കണ്ട ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു ചോദ്യ രൂപത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. Find the least number which when divided by 16, 18, 24, 42 leaves no remainder in each case. സോ എന്താണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതൊന്ന് മനസ്സിലാക്കണം. നേരെ എടുത്ത് മെത്തേഡിലേക്ക് പോകുന്നതിന് മുമ്പ് ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. നമുക്ക് 4 നമ്പേഴ്സ് ഉണ്ട്. ആ 4 നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. സോ എന്തോ ഒരു കോമൺ നമ്പർ ഉണ്ട്. ആ നമ്പറിനേക്ക് നമുക്ക് 16 കൊണ്ട്, 18 കൊണ്ട്, 24 കൊണ്ട്, 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതിന്റെ അർത്ഥം എന്താ? ഇവരുടെയൊക്കെ ഒരു പൊതു ഗുണിതമായിരിക്കണം, ശരിയല്ലേ? എങ്കിലല്ലേ നമുക്ക് ഇവരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഇതൊരു LCM ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയൊക്കെ ചോദിച്ചെന്നുള്ളൂ. ഏറ്റവും നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അല്ലെങ്കിൽ ഫൈൻഡ് ദി ലീസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡഡ് ബൈ ഈ നമ്പേഴ്സ് ലീവ്സ് നോ റിമൈൻഡർ. റിമൈൻഡർ ഒന്നും പോലെ വെച്ചാൽ പൊതു ഗുണിതം, ഒരു ഗുണിതമായിരിക്കണം. അതിൽ പൊതു ഗുണിതമാണെങ്കിൽ നമുക്ക് ഇത് ഏത് നമ്പർ എടുത്താലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ LCM നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ 16, 18, 24, 42ന്റെ LCM ഇതായിരുന്ന ചോദ്യം. കീവേഡ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ, നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അത് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിലാണെങ്കിൽ ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ എന്ന് വന്നാൽ തന്നെ ഏകദേശം കണക്ട് ചെയ്യാം. ലീസ്റ്റ് നമ്പർ വിച്ച് വൺ ഡിവൈഡ് ബൈ. ലീസ്റ്റ് നമ്പർ ഉണ്ടെങ്കിൽ ഏകദേശം ഉറപ്പിച്ചോളൂ അവിടെ LCM ആയിരിക്കും നമുക്ക് കണ്ടെത്തുന്നത്. ഓപ്ഷൻസ് നോക്കിയാലും മനസ്സിലാവും, വലിയ വലിയ നമ്പേഴ്സ് അടക്കുന്നെങ്കിൽ LCM ആണ് ചോദിച്ചിരിക്കുന്നത്. LCM HCF ഭാഗത്തുനിന്ന് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി പറയാം. LCM ആണോ HCF ആണോ ഡൗട്ട് തോന്നാതിരിക്കാൻ. സോ ഇവിടെ നമുക്ക് അപ്പോൾ ഇത്രയും നമ്പേഴ്സിന്റെ LCM ഓക്കെ ഈ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ സമയമെടുക്കും. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിക്കോളൂ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പ്രൈം ഫാക്ടറൈസേഷൻ അല്ല, അതിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ സോൾവിങ്. ഓപ്ഷൻ സോൾവിങ് ഇനി പ്രാക്ടീസ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയാണ് കാണാൻ പോകുന്നത്. ഓപ്ഷൻ സോൾവിങ് എങ്ങനെ ചെയ്യും? ഈ 16 കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ, 18 കൊണ്ട് നോക്കൂ, അല്ല. അവിടെയാണ് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിന്റെ യൂസ് വരുന്നത്. കണക്ട് ചെയ്യാൻ പറ്റണം. 16 2ന്റെ പവേഴ്സ് വരുന്നതാണ്. 18 2ന്റെയും 3ന്റെയും വരും. 24 2ന്റെയും 3ന്റെയും ഉണ്ട്. 42 2 3 7 ഉണ്ട്. ഇത് കണക്ട് ചെയ്യാൻ പറ്റണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സോ നമുക്ക് നോക്കിയാൽ ഓക്കെ ഇതെല്ലാം ഈവൺ നമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ 2 4 8 കൊണ്ട് ചിലപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്ത 18 നോക്കിയാൽ 9 ഉണ്ട്, ശരിയാണല്ലോ. 2 into 9 2 into 9. സോ നമുക്ക് 3യുടെ ഹയസ്റ്റ് പവർ 9 ഉണ്ട്. സോ നമുക്ക് ബേസിക്കലി ഇപ്പൊ 9 ഉണ്ട്, 7 ഉണ്ട്, 6 ഉണ്ട്. നമുക്ക് അറിയാവുന്ന ഡിവിസിബിലിറ്റി റൂൾസിലേക്ക് പോവാം. 9 ഉണ്ട്, 7 ഉണ്ട്, 6 ഉണ്ട്, ഇതൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതിന്റെയൊക്കെ മൾട്ടിപ്പിൾസ് ആയി കിടക്കുന്നത്. സോ 9 എന്ന് പറഞ്ഞാൽ 7നെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പം. എങ്ങനെ? അക്കങ്ങളുടെ തുക 4 + 1 5 ഇത് പോയി. 8 10 1 11 ഇത് പോയി. 8 1 9. സോ ഒരു പോസിബിലിറ്റി ഇവിടെ കിടപ്പുണ്ട്. 6 1 7 ഇതും പോയി. സോ ബേസിക്കലി ഇതായിരിക്കും ആൻസർ. എങ്ങനെ കണക്ട് ചെയ്തു? നമ്മൾ ഇതിനകത്തുനിന്ന് 2ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്, 9ന്റെ ഉണ്ട്, 7ന്റെ ഉണ്ട്, 6ന്റെ ഉണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. 8ന്റെ ഒക്കെ ഉണ്ട്. ആ 9 ഒന്ന് കണക്ട് ചെയ്യാമെങ്കിൽ നമുക്ക് 9 വെച്ച് ചെയ്യാം. എന്തുകൊണ്ടാണ്? കാരണം ഇതെല്ലാം 2ന്റെ മൾട്ടിപ്പിൾസ് ഈവൻ നമ്പേഴ്സ് ആണ്. നമുക്ക് 2 4 8 ഒക്കെ മാറ്റി നിർത്തിയേക്ക്. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ ചെക്ക് ചെയ്തു. അവിടെ ഒന്നിലേക്കുള്ള ഓപ്ഷൻസ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒക്കെ നോക്കേണ്ടി വന്നത്. ശരിയാണ്, ഇവിടെ ഒരൊറ്റ ഓപ്ഷനേ വന്നുള്ളൂ. ഇനി 7 കൊണ്ടാണ് നോക്കുക. 3 അക്കങ്ങളായിട്ട് ഗ്രൂപ്പ് ചെയ്ത് 8 - 1 7. 7 കൊണ്ടും പറ്റില്ലേ? ഇത് നോക്കി 28 - 1 27. 4 - 1 3 പോയി. 6 - 1 5 പോയി. സോ 7 കൊണ്ട് പറ്റുന്നതാണ് കണ്ടെത്താൻ പറ്റും. സോ 7 അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏത് എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രൈം ഫാക്ടറൈസേഷൻ രൂപം മനസ്സിൽ കൊണ്ടുവരാൻ പറ്റണം. അവിടുന്ന് ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ കണക്ട് ചെയ്ത് വേറെ ഒന്നും കണക്ട് ചെയ്തില്ല. പെന്നും പേപ്പറും ഒന്നും യൂസ് ചെയ്യേണ്ട, നമുക്ക് എഴുതാൻ പറ്റും. ആൻസർ ഓപ്ഷൻസ് ചെയ്യാൻ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഇതുകൊണ്ട് ഈ രൂപത്തിലേക്ക് എത്തുള്ളൂ. ഇപ്പൊ പറഞ്ഞ രീതി മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കേട്ട് നോക്കുക. എന്നിട്ട് ഇതിനൊക്കെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് തന്നെ നോക്കുക. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ ഇപ്പൊ പലരും തോന്നുന്നുണ്ടാവും നമ്മളിപ്പോ കണ്ട ഓപ്ഷൻ സോൾവിങ് കുറേ സാധനം ഇങ്ങനെ പഠിച്ചല്ലേ, അതുമേ ഇങ്ങനെ കുറെ പേരൊക്കെ ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നേരത്തെ കണ്ടിട്ടുണ്ടാവും. ചില ആൾക്കാർ ഇപ്പൊ പുതിയതായിട്ട് കണ്ടിട്ടുണ്ടാവും. പിന്നെ കണ്ടത് പ്രൈം ഫാക്ടറൈസേഷൻ, അതിനുശേഷം പിന്നെ ഓപ്ഷൻ സോൾവിങ്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സോൾവിങ് ആണ് ഇപ്പൊ തോന്നുന്നുണ്ടാവും. പിന്നെ എന്തിനാണ്? അത് മാത്രം പോരായിരുന്നു, വെറുതെ കുറേ സാധനമൊക്കെ അല്ലാണ്ടൊക്കെ തലയിൽ കയറ്റി. പക്ഷേ ഈ ഓപ്ഷൻ സോൾവിങ് ചെയ്യണമെങ്കിൽ ആര് വേണമായിരുന്നു? പ്രൈം ഫാക്ടറൈസേഷൻ വേണം. ആ പ്രൈം ഫാക്ടറൈസേഷൻ രൂപത്തിൽ നിന്ന് നമുക്ക് ഈ മൾട്ടിപ്പിൾസ് കണക്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെ മൾട്ടിപ്പിൾസ് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ വെച്ചിട്ട് ഓപ്ഷൻ സോൾവിങ് പറ്റൂ. അതുകൊണ്ടാണ്. അത് കൂടാതെ പ്രൈം ഫാക്ടറൈസേഷൻ രൂപം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് LCM അതുപോലെ HCFന്റെ ആപ്ലിക്കേഷൻ വരുന്ന വേറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അവിടെ നമുക്ക് വേണ്ടി ഒരു LCM HCF നേരിട്ട് കണ്ടെത്താനായിരിക്കും അതിന്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് വേണ്ടി വരും. ആ പ്രൈം ഫാക്ടേഴ്സ് വേണമെങ്കിൽ പ്രൈം ഫാക്ടേഴ്സ് ആക്കുന്ന രീതി നമ്മൾ മനസ്സിലാക്കണ്ടേ?
ആ രീതി മനസ്സിലായാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതുപോലത്തെ പ്രൈം ഫാക്ടേഴ്സിന്റെ രീതി മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഈ ഡിവൈഡ് ചെയ്ത് പോകുന്ന രീതി അറിയാമെങ്കിൽ അവിടെ മാറ്റി വെച്ചേക്കുക, അതിലേക്ക് ഇപ്പോൾ ഫോക്കസ് ചെയ്യുക. പ്രൈം ഫാക്ടറൈസേഷൻ പിന്നെ ഇതുപോലത്തെ ഓപ്ഷൻ സോൾവിങ് ട്രിക്കുകളും ഫോക്കസ് ചെയ്യുക. നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ കാണാം. അപ്പോൾ ഓപ്ഷൻ സോൾവിങ് ട്രിക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നുണ്ടാവും. സോ ഇവിടുത്തെ ആൻസർ 1008 സംശയം വേണ്ടി ചെയ്ത് നോക്കിക്കോളൂ.